കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിന് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കണമെന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇതാന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതേപോലെ തന്നെ കടലക്കറിയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാനിതാ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്താണ് കേട്ടോ നമ്മളിവിടുത്തെ ആശാ വർക്കർ വിളിച്ച് പറഞ്ഞത് അതിന് മോളെ 10ാം മാസത്തെ കുത്തിവെപ്പ് എടുക്കണം എന്ന് പറഞ്ഞങ്ങാണ്ട്. അപ്പോൾ ഞാൻ അതായിട്ടില്ല എന്നുള്ളൊരു ഇതിലേന് കേട്ടോ നിന്നിട്ടുണ്ടതിനത്. അപ്പോൾ ഒരു വിളിച്ച് പറഞ്ഞപ്പോഴാണ് കേട്ടോ അത് എടുക്കാനായിട്ടുണ്ട് എന്നറിഞ്ഞത്. അങ്ങനെ പിന്നെ പെട്ടെന്ന് ബാക്കിയുള്ള പണികളൊക്കെ എടുക്കാനുള്ളൊരു അർജൻറ്റിലായിട്ടോ. ഇങ്ങനെ എന്തെങ്കിലും എവിടേക്കെങ്കിലും പോകാനൊക്കെ ഉണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ വേഗം തീർത്ത് വെക്കലുണ്ട്. അപ്പോൾ ഇത് ഈ ഒരു സമയത്ത് അറിഞ്ഞുകൊണ്ട് ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അങ്ങനെ ഇരിക്കും കേട്ടോ. കുട്ടികളെയും കൊണ്ട് അങ്ങനെ ഓരോട് വർത്താനം പറഞ്ഞ് അവരെ കളിപ്പിച്ച് പിന്നെ ആക്കും പോലെയാണ് കേട്ടോ ചോറിനുള്ള വെള്ളമൊക്കെ വെക്കൽ. അങ്ങനെ പിന്നെ ആ ഇരുത്തൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ആശാ വർക്കർ വിളിച്ചത്. അപ്പോൾ പിന്നെ എല്ലാത്തിനും നേരം വൈകിട്ടോ 12:30 വരെയുള്ളൂ അവരുണ്ടാകുക എന്നും പറഞ്ഞ്. അങ്ങനെ പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ അതിൻ്റെ അടിയിൽ കുറച്ച് തളമീൻ ഉണ്ടായിന് കേട്ടോ. അത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിന് ഉപ്പൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ തേച്ചിങ്ങാണ്ട് ഒക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചധികം തന്നെ പാത്രങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് തന്നെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ കൂടുതലൊന്നും വീഡിയോ എടുത്തൊന്നും നിന്നിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ലഞ്ചിന് നമ്മൾ പയറുപ്പേരിയൊക്കെ ഉണ്ടാക്കണം കരുതിന് കേട്ടോ. പയറൊക്കെ ഉണ്ട് ഫ്രിഡ്ജിൽ, അതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് ഉപ്പേരിയാക്കി ഉണ്ടാക്കണം എന്നൊക്കെ കരുതിന് കേട്ടോ. പിന്നെ അങ്ങനെ പോകാൻ അർജൻറ്റുകൊണ്ട് അതൊന്നും അരിഞ്ഞിങ്ങനെ കുറേ നേരം നിൽക്കണ്ടേ. അപ്പോൾ അതിനൊന്നും നിന്നിട്ടില്ല. പിന്നെ ആ ഒരു തളമീൻ പൊരിച്ചതും അതേപോലെ തന്നെ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ നമ്മൾ പരിപ്പും വെള്ളരിക്കിട്ട് കറി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി വെച്ചിനി. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കിയ കടലക്കറി ഉണ്ടായിന് കേട്ടോ. അപ്പോൾ അതൊക്കെ മതിയെന്ന് കരുതി. പിന്നെ പയറൊന്നും അരിഞ്ഞ് നിൽക്കാനൊന്നും നിന്നിട്ടില്ല. അങ്ങനെ പിന്നെ നമ്മൾ പുറത്ത് അടുപ്പത്ത് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിനല്ല, അതൊക്കെ നന്നായിട്ട് തിളച്ചിന് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കുടിക്കാനുള്ള വെള്ളമൊക്കെ മുക്കിയിട്ട് അരിയൊക്കെ കഴുകി കൊടുന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മൾ അതിന് മുളക്കില്ല ചോളാണ്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവളെ കൊണ്ടുപോകണതിൻ്റെ മുന്നേ കുളിപ്പിച്ച് അവൾക്ക് തിന്നാനൊക്കെ കൊടുത്തിട്ടൊക്കെ വേണം കേട്ടോ കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ പിന്നെ സൂചി അടിച്ച് വന്നാൽ ചിലപ്പോൾ കഴിക്കുമോയെന്നും അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. ഈ ഒരു 10ാം മാസത്തെ സൂചി വേദനയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ അവർ പറഞ്ഞത്. പനിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവളൊക്കെ കുളിപ്പിച്ച് പെട്ടെന്ന് തന്നെ സൂചി അടിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് പോന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളവിടുത്തെ കരുളായി ഹോസ്പിറ്റൽ. അപ്പോൾ ഇവിടെ ആദ്യമൊക്കെ നമ്മൾ ഓടിച്ചെന്ന് ഓല ബുക്കിൽ എഴുതി തരലേനില്ലേ. പിന്നെ പെട്ടെന്ന് തന്നെ സൂചി അടിക്കുക. ഇതിപ്പോൾ അങ്ങനെ പറ്റൂല കേട്ടോ. ഇപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെയായിട്ട് നമ്മളെ കമ്പ്യൂട്ടറിലാണ് കേട്ടോ ഇതൊക്കെ ശരിയാക്കണം. ഫോണിൽ ഒക്കെ ശരിയാക്കിയിട്ടൊക്കെ വേണം കേട്ടോ. ആധാറൊക്കെ വേണം, അതേപോലെ തന്നെ ഫോൺ നമ്പറും ഒക്കെ ഒരു ചോദിക്കും. എന്നിട്ട് മെസ്സേജും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ. അങ്ങനെ പിന്നെ സൂചി അടിക്കൽ കഴിഞ്ഞ് കുറേ നേരം അവിടെ ഇരുന്ന് ഓൾക്ക് പാലൊക്കെ കൊടുത്ത് അവളെ കരച്ചിലൊക്കെ മാറ്റിയിട്ടാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ ഓട്ടോറിക്ഷക്കൊക്കെ വിളിച്ച് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ ഓട്ടോറിക്ഷക്ക്. അപ്പോൾ ഇതാ മോളൂസും ഉണ്ട് ഇവിടെ, അതിനുമോളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ വേഗം വന്നിട്ട് പിന്നെ നമ്മൾ അതിനുമോളെ കരച്ചിലൊക്കെ മാറ്റി ഞാൻ പെട്ടെന്ന് തന്നെ ഫുഡൊക്കെ കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. നന്നായിട്ട് വിശന്നിട്ടുണ്ട് ഇനി. അങ്ങനെ ഡ്രസ്സും പോലും അയച്ചിടാതെ നമ്മൾ തളമീനും അതേപോലെ തന്നെ വെള്ളരിക്കയും പരിപ്പും ഇട്ട കറിയും കടലയും ഒക്കെ കൂട്ടിങ്ങാണ്ട് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.